മിഥുൻ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, ഈ എന്താ പറയാ, ചെറിയ പിള്ളേരിലൊക്കെ, ഈ കുഞ്ഞു ആരാധകരിലൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീം ബ്രസീലാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ തലമുറ, അവരെ പക്ഷെ 2002 നമ്മൾ അവസാനമായി കപ്പ് നേടിയത്. അതിനുശേഷമൊക്കെ ജനിച്ച കുഞ്ഞുങ്ങളും വലുതായിട്ട് ഈ ബ്രസീലിനെ ആരാധിക്കുന്നുണ്ട്. എന്തായിരിക്കും അവരുടെ ഈ ടീമിൽ കാണുന്ന ഒരു പ്രത്യേകത, അവർ കാണുന്ന ഒരു മോഹം, അവരുടെ ഒരു സ്വപ്നം, അവരുടെ കിനാക്കൾ, ഇതൊക്കെ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഈ 2002 പറഞ്ഞപ്പോഴാണ് ഞാൻ കളി കാണാൻ തുടങ്ങിയത്. ഈ 2002 അപ്പോൾ ആ സമയം മുതലാണ് എനിക്ക് ബ്രസീലിനോടുള്ള ഒരു ഇഷ്ടം തോന്നിയത്. ആ റൊണാൾഡീനോ എല്ലാം ആ ഒരു കളി, ആ ഫൈനല്, അതിനുശേഷമാണ് ഞാൻ ബ്രസീലായത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചെറിയ കുട്ടികൾക്കെല്ലാം ബ്രസീലിനോട് ഇഷ്ടം കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പോർച്ചുഗലിനോടും അർജന്റീനയോടും ഇഷ്ടമുണ്ട്. പക്ഷെ ബ്രസീലിനോട് ഇഷ്ടം കൂടുതൽ എന്ന് പറയാൻ, നമ്മൾ ആ മഞ്ഞ ജേഴ്സി ഇട്ടിട്ട് ആ ഒരു സാമ്പാ താളത്തിൽ കളിക്കാൻ ഇറങ്ങുമ്പം നമ്മൾ ഫുട്ബോൾ എന്താ പറയുക, ഫുട്ബോൾ ആസ്വദിക്കുക ചെയ്യുന്നത് ഇവർ കളിക്കുമ്പം ബ്രസീലുകാർ. ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ടെങ്കിലും ആ ഒരു 2010 ആ ഒരു 12 ആ കാലയളവ് വരെ ബ്രസീൽ നമ്മൾ ഫുട്ബോൾ ആസ്വദിക്കുക, കളിച്ചുകൊണ്ട് ആസ്വദിക്കുക ചെയ്യുന്നത്. മറ്റ് യൂറോപ്യൻ ഫുട്ബോൾ പോലെ ഭയങ്കര പ്രഷർ എടുത്ത് കളിക്കാണ്ട് നമ്മൾ ആസ്വദിച്ച് കളിക്കുക. അതാണ് ശരിക്കും ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ കളിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ എൻജോയ് ചെയ്യുക, കളിക്കുക. അപ്പോൾ അത് ബ്രസീൽ ടീമിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിൽ അതിന് പുറകെ പോകുന്നതും. തീർച്ചയായിട്ടും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ ഞാനൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പം ജനിച്ച ഒരു 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, അവർ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അവിടെ സ്കൂളിലായിരുന്നു പോയത്. അപ്പോൾ അവർക്കും ഈ ഒരു മെസ്സി, നെയ്മർ, റൊണാൾഡോ എന്നെല്ലാം പറയുമ്പോൾ ഒരു വികാരമാണ്. ഞാൻ ഇങ്ങനെ ഓരോ പേര് പറയുമ്പോൾ അവരെ ആർപ്പ് വിളിക്കുന്നതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ ഒന്നുകൂടി പറഞ്ഞാൽ അവരെല്ലാം മിക്കവാറും ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര ഒരു ആഘോഷത്തോടു കൂടിയാണ് ഈ വേൾഡ് കപ്പിനെ വരവേൽക്കുന്നത്.